രാജ്ഭവനിലെ പ്രകാശന ചടങ്ങിൽ നിന്ന് RSS ഭാരതാംബയുടെ ചിത്രം പൂർണ്ണമായും ഒഴിവാക്കി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്കുമേൽ അധികാരമെടുക്കാൻ ഗവർണർക്ക് അധികാരമുണ്ടെന്നാണ് മാസികയിലെ ലേഖനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതേസമയം ലേഖനം സർക്കാർ നിലപാടിനെതിരാണെങ്കിലും ഭിന്നാഭിപ്രായം കൂടി ഉൾക്കൊള്ളിക്കുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ രാജ്ഭവനിൽ നടത്തിയ പരിപാടികളിലെല്ലാം ഗവർണർ RSS ഭാരതാംബയുടെ ചിത്രം വെച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ബഹിഷ്കരിക്കുകയും ഗവർണറുടേത് ഭരണഘടനാ വിരുദ്ധ നിലപാടാണെന്നത് സർക്കാർ വ്യക്തമാക്കിയതുമാണ്. എന്നാൽ മുഖ്യമന്ത്രി പങ്കെടുത്ത മാസിക പ്രകാശന ചടങ്ങിൽ ഗവർണർ RSS നിലപാട് മാറ്റി RSS ഭാരതാംബയുടെ ചിത്രം പൂർണ്ണമായും ഒഴിവാക്കി. അതേസമയം പ്രകാശനം ചെയ്ത രാജ്ഭവന്റെ ത്രൈമാസികയിലെ ലേഖനത്തിൽ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾക്കുമേൽ അധികാരമെടുക്കാൻ ഗവർണർക്കാണ് അധികാരമെന്ന സംഘപരിവാർ നിലപാട് ഉൾക്കൊള്ളിച്ചു. എന്നാൽ ആ നിലപാടിലെ സംസ്ഥാന സർക്കാർ നിലപാട് ഗവർണറെ വേദിയിലിരുത്തി തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജഹംസ് ആദ്യ പതിപ്പിൽ തന്നെ ആർട്ടിക്കിൾ 200 എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ കൊണോഡ്രം എന്ന ശീർഷകത്തിലുള്ള ഒരു ലേഖനമുണ്ട്. ഇതിൽ ഭരണഘടനയുടെ 200-ാം വകുപ്പ്, ഗവർണറുടെ അധികാരങ്ങൾ, നിയമസഭയുടെ അധികാരങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ലേഖകൻ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം സർക്കാരിൻ്റെ അഭിപ്രായങ്ങളാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് ഉത്തരം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാവാം. അത് വരുന്നത് രാജ്ഭവൻ്റെ ഔദ്യോഗിക ജേണലിലാണ് എന്നതുകൊണ്ട് ആ അഭിപ്രായങ്ങളെല്ലാം സർക്കാർ അതുപോലെ പങ്കിടുന്നുവെന്ന് ആരും കരുതേണ്ടതില്ല. ഇവിടെ പ്രശ്നം ഇതാണ്: വിയോജനാഭിപ്രായങ്ങളെ അനുവദിക്കണോ, കഴുത്ത് ഞെരിച്ച് കൊല്ലണോ? ആദ്യത്തേതാണ് വേണ്ടത് എന്ന് കരുതുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. വിയോജനാഭിപ്രായങ്ങളെ, വിരുദ്ധാഭിപ്രായങ്ങളെ അനുവദിക്കുന്ന ഒരു പൊതുജനാധിപത്യ മണ്ഡലം നവോത്ഥാന പൈതൃകത്തിൻ്റെ ഈടുവെപ്പായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് ഭദ്രമായി നിലനിർത്തുക എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ വിരുദ്ധാഭിപ്രായങ്ങൾ സർക്കാരിനെ അലോസരപ്പെടുത്തുന്നില്ല. രാജ്ഭവനിലെ RSS ഭാരതാംബ ചിത്രം വയ്ക്കുന്ന പരിപാടികളിൽ സർക്കാർ പങ്കെടുക്കില്ലെന്ന നിലപാട് വീണ്ടും ആവർത്തിച്ചായിരുന്നു പരിപാടിയുടെ സമാപനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.